കൂടോത്രം ഒരു എന്താ പറയാ, ഒരു ഫാമിലി എന്റർടൈനർ മൂവിയാണ്. അന്ന് അതിനകത്ത് എല്ലാം ഉണ്ട്. ഒരു മിത്ത്, ഹൊറർ, ഫാമിലി ഇമോഷൻ, പിന്നെ അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ പരിപാടികളും ഈ കൊച്ചു സിനിമയിലുണ്ട്. അല്ല, കൂടോത്രം റിലീസല്ലേ, ഞാൻ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് നാളായിട്ട് സിനിമകളൊന്നും അഭിനയിച്ചത് 2-3 വന്നിട്ടില്ല. ഇത് തന്നെ നമ്മൾ ലാസ്റ്റ് 1 year മുന്നേ നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞതാണ്. പിന്നെ അതിന്റെ കുറെ വർക്കുകൾ, മെയിൻ ആയിട്ടുള്ള കുറെ നല്ല നല്ല VFX അങ്ങനെ കുറെ ടെക്നീഷ്യന്മാരുടെ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും നീണ്ട് വന്നത്. കാരണം അത്രയും നല്ല വലിയ വലിയ ടെക്നീഷ്യന്മാരാണ്. കാന്താരയുടെ ഒക്കെ അല്ലേട്ടാ, കാന്താര പോലെയുള്ള വലിയ വലിയ പടങ്ങൾ ചെയ്തിട്ടുള്ള M.R. രാജകൃഷ്ണൻ, അതുപോലെ തന്നെ നമ്മുടെ കളറിസ്റ്റ് മാതേഷ് ഒക്കെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാവരും ടെക്നീഷ്യൻസും എല്ലാവരും. അതുപോലെ ഫൈറ്റ് മാസ്റ്റർ ഫിനിക്സ് പ്രഭു, എനിക്ക് തോന്നുന്നു അതെ, ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഒരു ആർട്ടിസ്റ്റുകളുണ്ട്, 32ഓളം ആർട്ടിസ്റ്റ് ഈ സിനിമയിലുണ്ട്. ബട്ട് കൂടോത്രം ഒരു നല്ല പരിപാടിയാണ്. ഇപ്പൊ ഒരു ബ്രേക്കിന് ശേഷം കുറച്ച് നാളെ മറ്റേന്ന് വെച്ചാൽ ഒരു 3-4 പടമൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഒരു ബ്രേക്കിന് ശേഷം വരുന്ന ഒരു ക്യാരക്ടറല്ലേ അത് ഇതുവരെ ചെയ്യാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനകത്ത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വെച്ചാൽ വീണ്ടും വിളിക്കും. പിന്നെ ഒരു സമാധാനം അതിനേലും ഇപ്പൊ വിളിക്കുന്നുണ്ടല്ലോ എന്നാ. കാരണം അത്രയും ആർട്ടിസ്റ്റുകളാണല്ലോ. ഒരു ദിവസം കാണുന്ന ആർട്ടിസ്റ്റുകൾ, ഒരു സിനിമയിൽ കാണുന്ന ആർട്ടിസ്റ്റുകൾ ഒന്നും ഒരിക്കലും ഇപ്പൊ അടുത്ത കാണുന്ന പുതിയ പിള്ളേർ വന്നോണ്ടിരിക്കില്ല. 5 മിനിറ്റ് മാറി 50 പേര് ആ ഗ്യാപ്പില്. അതൊരു അപ്പോഴത്തെ ഒരു രീതിയാണ്. അപ്പൊ അതുപോലെ കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ചുമ്മാ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, അതിനകത്തൊരു ചെറിയൊരു സംഭവം ഉണ്ട്. മലയാള സിനിമയുടെ സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റ് വീണ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ഒരു 8-9 പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇനി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടികൾ ഉടനെ പിടിക്കുന്നില്ല. 8-9 ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു 100 പടത്തിനകത്ത് യെസ് ബോസും റെഡി, വണ്ടി എടുക്കട്ടെ. അതിന് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഞാൻ ഈ ക്യാരക്ടറിന് ഭയങ്കര രസമുള്ളൊരു കുറെ പരിപാടികളുണ്ട്. അപ്പൊ അത് വീണ, ഞാൻ ഈ മറ്റേ വെള്ളിമൂങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തെങ്കിലും കുറെ ടൈപ്പ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് വേറെ പല ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിന് വീണ തന്നെ വന്നത് ഇടുക്കിയാണ്. ഇടുക്കി സ്ലാങ്, പ്രത്യേകിച്ച് സ്ലാങ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇടുക്കി അങ്ങനെയാണ് വീണേനെ. പക്ഷെ ഞാൻ ആദ്യം ഒരു 2-3 സീൻസ് ആയിരുന്നു ഞാൻ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്, വീണ വന്ന് പെർഫോം ചെയ്ത് പോകുന്നത്. പക്ഷെ പിന്നെ കുറേ സീനുകളിലോട്ട് ഞാൻ ആഡ് ഓൺ ചെയ്തു. അതൊരു അല്ല, ആ ക്യാരക്ടർ ആ ക്യാരക്ടറിലുള്ള ഒരു എങ്ങനെ വരുന്നു എന്നുള്ളതും പിന്നെ അങ്ങനെയുള്ള നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന, നമ്മൾ ചിലപ്പോൾ 2-3 സീനിൽ ആഡ് ഓൺ ചെയ്യുന്ന അത് ചിലപ്പോൾ ക്യാരക്ടർ വലുതായി പോകും. അങ്ങനത്തെ എൻഡ് ഓഫ് ദി ക്ലൈമാക്സ് വരെ ആ ക്യാരക്ടറിലേക്ക് എത്തി എന്നുള്ളതാണ്. എൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ലോക്ക് ചെയ്തു ആ സ്ക്രിപ്റ്റ്. നമ്മൾ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്കാം എന്നുള്ളതാണ്. അതെ അതെ അതെ.